നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് കുറേ വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ട് നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. തീർച്ചയായും. ഏതാണ് ആദ്യം നമ്മൾ പരിഗണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പരപ്പിക്കലും ഞെട്ടിപ്പിക്കുക ചെയ്തൊരു വിഷയമാണ് ശരിക്കും. ആ ഓസ്ട്രേലിയ നടന്ന വെടിവെപ്പിൽ ഇട്ട അയാൾ പാകിസ്ഥാൻകാരനാണ് നമ്മളെല്ലാവരും വാർത്ത കൊടുത്തത്. അയാളെ പേരുണ്ടല്ലോ പാകിസ്ഥാൻ. അവിടുത്തെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ വന്നത്. അതെ 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 ആ ദിവസങ്ങളിൽ അങ്ങനെ വന്നു. അതെ അതെ ആദ്യം അയാൾ ഐഡന്റിറ്റി പുറത്ത് വിട്ടില്ല. പിന്നെ അയാൾ പാകിസ്ഥാൻകാരനാണ്, ലാഹോർ സ്വദേശിയാണെന്നൊക്കെ. നാണക്കേടായി പോയിട്ടോ നമുക്ക്. നമ്മൾ എനിക്കൊന്നും ലോകത്തൊരിടത്ത് ഒരു തീവ്രവാദ ആക്രമണത്തിൽ ഇന്ത്യക്കാർ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഒരു തോന്നലുണ്ട്. എനിക്ക് വിചിത്രമായി തോന്നുന്നൊരു സംഗതി പറയാം. 27 വർഷം മുമ്പ് അയാൾ സ്റ്റുഡൻറ് വിസയിൽ അവിടെ പോയതാണെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വരവ് കുറവാണ്. ഹൈദരാബാദുകാരനാണ്. പക്ഷെ അയാൾ ഓസ്ട്രേലിയൻ പൗരത്വം എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കത് വളരെ വിചിത്രമായി തോന്നുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് അയാളുടെ മകനും ഇന്ത്യൻ പാസ്പോർട്ട് വളരെ വിചിത്രം. ഒരു പക്ഷേ അത് ദുരൂഹമായിരിക്കും. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ഒരിക്കലും ലോകത്ത് പലയിടങ്ങളിലും പറഞ്ഞിട്ട് ഇന്ത്യൻ പാസ്പോർട്ടിനെക്കാളും നല്ലത് ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ടിനെക്കാളും നല്ല യൂറോപ്പിൻ്റെ പാസ്പോർട്ടും ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ പാസ്പോർട്ടിനും വലിയ വിലയാണ്. പലയിടങ്ങളിലും നമുക്ക് വിസ വേണം. നമ്മൾ പലപ്പോഴും സ്റ്റോറി ചെയ്യാറുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് അതിൻ്റെ ഒരു വൺ ഓഫ് ദി പവർഫുൾ പാസ്പോർട്ടാണ്. ഇയാളുടെ ഭാര്യ, അതായത് ഇയാളുടെ അമ്മ, ഇപ്പം മരിച്ചപ്പോൾ എൻ്റെ അമ്മ യൂറോപ്പുകാരാണ്. അപ്പോൾ പിന്നെ വളരെ എളുപ്പമാണ്. 27 വർഷം 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പൗരത്വം കിട്ടും. അപ്പോൾ എടുത്തില്ല എന്ന് പറയുന്നതും അതേസമയം അയാൾക്ക് നാടുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിന് ദുരൂഹമാണ്. ഒന്നുകിൽ ഇത് വ്യാജ പാസ്പോർട്ടാവും, ഇന്ത്യയുടെ പാസ്പോർട്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കണം, അവിടെ എംബസിലൊക്കെ കൊണ്ട് പുതുക്കേണ്ടതുണ്ട്. അത് ഇന്ത്യൻ വ്യാജ പാസ്പോർട്ട്. എന്തായാലും വലിയ നാണക്കേടായി. അത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ പോലല്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രത്യേകത, കുടിയേറ്റക്കാർ വർഷം തോറും. ഇപ്പോൾ 2023 ബ്രിട്ടനിൽ 17 ലക്ഷം പേരാണ് ഒരു രാജ്യത്തേക്ക് 17 ലക്ഷം പേർ. കൂടാതാണ് അഭയാർത്ഥികൾ ദിവസം 1000 പേര് വെച്ച് വരുന്നത്. പിന്നെ ഈ വന്ന വിസ ഇല്ലാത്ത ആളുകളായിട്ട്. അപ്പം ഇങ്ങനെ ധാരാളം പേര് വന്ന് ഈ യൂറോപ്പിൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുക, യൂറോപ്പിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ അത്രയധികം കുടിയേറ്റക്കാരില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് കുറച്ച് വന്നെങ്കിലും അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ മലയാളികളുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായി ഓസ്ട്രേലിയ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അതെങ്ങനെ അറിയാം? അപ്പം ഈ നിങ്ങൾ ബ്രിട്ടനിലോ അയർലൻഡിലോ എവിടെ പോയാലും ഒരു ഘട്ടത്തിന് ശേഷം, ഇപ്പം എനിക്ക് ബ്രിട്ടനിലെ അറിയാം. ബ്രിട്ടനിലെ ഈ 2ാം തലമുറ കുടിയേറ്റമുണ്ട്. അതായത് ഒരു 98 മുതൽ, ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയായിരുന്നു, 98 മുതൽ 2008 വരെയുള്ള ഒരു 2ാം ഘട്ട കുടിയേറ്റം. ആദ്യത്തേത് ഞാൻ പറഞ്ഞിട്ടുള്ള പഴയ വർക്കലക്കാരുടെ കുടിയേറ്റമാണ്. അതിന് മുമ്പുള്ള അവിടെ ഇവിടെയുള്ള വർക്കലക്കാറ്റ് എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായപ്പം ആണ് മിക്കവരും അങ്ങോട്ട് വന്നത്. ഈ 2ാം കുടിയേറ്റത്തിൽ വന്ന ആളുകൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ബ്രിട്ടൻ വിട്ടിട്ട് ഓസ്ട്രേലിയക്ക് പോയി. അതിന് വെച്ചാൽ ബ്രിട്ടനിലെ പിൻനമ്പറുള്ള നഴ്സുമാരെ ഓസ്ട്രേലിയയിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയി ചെയ്താൽ അവർക്ക് പ്രത്യേക നേരത്തെ ചെന്ന് PR കിട്ടും, സ്ഥലം മേടിച്ച് വീട് പണിയാം. ഈ ബ്രിട്ടനിൽ പറ്റില്ല. നമുക്കൊരു പണിത വീട് പോയി താമസിക്കാനേ പറ്റത്തുള്ളൂ, ഒരേ ഡിസൈൻ ആയിരിക്കണം. ഓസ്ട്രേലിയയിൽ നമുക്ക് സ്ഥലം മേടിച്ച് വീട് പണിയാം, നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ഇതിന് തുല്യമായ കാലാവസ്ഥ. ഇപ്പോൾ പെർത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ കേരളം പോലെ. പിന്നെ യാത്രയാണെങ്കിലും ഒരുപാട് ദൂരമില്ല. നമുക്ക് സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് രാജ്യം വഴിയോ നമുക്ക് ഇങ്ങ് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളി കുടിയേറ്റക്കാരുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായിരുന്നു ഓസ്ട്രേലിയ. ഭയങ്കര പീസ്ഫുൾ പ്ലേസ്, ഇഷ്ടംപോലെ ഭൂമിയുണ്ട് അവർക്ക്. പക്ഷെ അത് നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇയാളെ മകനും കൂടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പൈൻസിൽ പോയിരുന്നാണ് പറയുന്നത്. എന്തിനു പോയി എന്നുള്ള അല്ല, ഫിലിപ്പൈൻസ് കാര്യം ഒരു കാത്തലിക് രാജ്യമാണ്. ഏഷ്യയിലെ ഏക കാത്തലിക് രാജ്യമാണ് ഫിലിപ്പൈൻസ്. പക്ഷെ ഫിലിപ്പൈൻസിൽ അതിശക്തരായ ഭീകരവാദ ഒരു ഗ്രൂപ്പുണ്ട്. അവരെ അടിച്ചമർത്താനൊന്നും കഴിയാൻ, പേര് ഞാൻ വിട്ടുപോയി. അവിടെ വലിയ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സിറിയ കുറച്ചുകൂടി കൺട്രോൾഡ് ആയതോടുകൂടി ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഫിലിപ്പീൻസിലുമാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ട്രെയിനിങ് നടക്കുന്നത്. അപ്പം ഫിലിപ്പീൻസിൽ അങ്ങനെ ഒരു കാത്തലിക് രാജ്യമാണ്. 90% കത്തോലിക്കൽ രാജ്യമാണെന്ന് പറഞ്ഞു. ഇയാളെ ശേഷം 6 തോക്കുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇയാൾ തോക്ക് വാങ്ങിക്കൽ ഇയാളെ ഹോബിയായിരുന്നാണ്. ഇയാൾ ആളുമായിട്ട് അത് ഇടപെടുന്ന ഒരാളൊന്നുമായിരുന്നില്ല. കുറച്ച് റിസർവ്ഡായ വളരെ ഒതുങ്ങിയ ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. എന്തായാലും നാണക്കേടായിപ്പോയി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇത് വിദേശയാത്ര പറയുമ്പോൾ നമ്മൾ അടുത്ത യാത്രയിലൊന്ന് പറയേണ്ട ഒന്ന് ബംഗ്ലാദേശിലെ ഒരു നേതാവിൻ്റെ പ്രസ്താവന. ഇന്ത്യ വെട്ടിയെറിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇതിൻ്റെ നമ്മുടെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, സിക്കിം ഉൾപ്പെടുന്നവർ. ഇത് കടലാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു സാധാരണ ഒരു സാധനമാണെങ്കിൽ തൂങ്ങിപ്പോകാൻ തരത്തിലാണ് അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാരതത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ മാപ്പ് നോക്കും വളരെ ദുഃഖം തോന്നും. നമുക്കകത്താണ്, നമ്മുടെ ഭൂമിക്ക് അകത്താണ് രാജ്യം. അങ്ങനെ ഒരു രാജ്യമില്ല. ആലോചിക്കുക, കംപ്ലീറ്റ്ലി
നമ്മുടെ രാജ്യത്തിൻ്റെ അകത്താണ് ഈ ബംഗ്ലാദേശ്. കിഴക്കൻ ബംഗാളെന്നാണല്ലോ പണ്ട് പറയുന്നത്. അത് അവർ കൊണ്ടുപോയതാണ്. ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഞാൻ എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ, ആ ഇന്ദിരാഗാന്ധി നമുക്ക് എന്തെല്ലാം കുഴപ്പം പറഞ്ഞാലും ഇത് തിരിച്ചു പിടിച്ച് അവർക്ക് കൊടുത്തതിൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ മുക്തിവാഹിനി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈന്യ ഇവിടെ നമ്മുടെ പട്ടാളക്കാർ അങ്ങോട്ട് വിട്ടു. അല്ലെങ്കിൽ ആലോചിക്കുക, പാകിസ്ഥാൻ്റെ ഒരു ഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരവസ്ഥ ആലോചിക്കുക. ആ ഒരു വല്ലാത്തൊരവസ്ഥ. അതിന് മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ചു. പക്ഷേ ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതിശക്തമായൊരു ഇടപെടലുണ്ട്. മുജീബ് റഹ്മാൻ്റെ കുടുംബത്തിന് എല്ലാം വെടിവെച്ച് വന്ന പട്ടാളക്കാർ അതിൻ്റെയൊക്കെ പിന്നിൽ യവന്മാർ തന്നെയാണ്. അടിസ്ഥാനപരമായി ഈ മൗദൂദി എന്ന് പറയുന്ന കക്ഷിയുണ്ട്, മൗദൂദി. അയാളാണല്ലോ ഈ മൗദൂദി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ആ മൗദൂദി എന്ന് പറയുന്ന കക്ഷി ഇന്ത്യക്കാരനായിരുന്നു. അയാൾ ഇന്ത്യ പാക് വിഭജനത്തിനെതിരായിരുന്നു. മഹാരാഷ്ട്രക്കാരനാണ് അയാൾ. അതിനെതിരായിരുന്നു. അയാളുടെ ലക്ഷ്യം എന്താണ്? ഈ വലിയ ഉപഭൂഖണ്ഡത്തെ മുഴുവൻ ഇസ്ലാമിക രാജ്യം. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഈ പാകിസ്ഥാൻ വിഭജിച്ച് പോയാൽ അവിടെ എന്തായാലും മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ. അവിടേക്ക് പിന്നെ പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ത്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി എതിരായിരുന്നു. പക്ഷേ ഒടുവിൽ ജിന്നയുടെ പിടിവാശിക്ക് വഴങ്ങി 2 രാജ്യം കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങോട്ട് പോന്നു. എന്നിട്ട് ആ രാജ്യത്തെ പുള്ളി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീട് അവരുടെ ഭരണഘടന ജനാധിപത്യമായിട്ടുണ്ടാക്കി. പിൽക്കാലത്ത് എനിക്ക് സിയാഉൽ ഹക്കിന്റെ കാലത്താണെന്നോ പുള്ളി, അയാളായിരുന്നു ഏറ്റവും വലിയ വർഗീയവാദി. ആർമി ചീഫ് ആയിരുന്നെങ്കിൽ പോലും ഭയങ്കര വർഗീയവാദിയായിരുന്നു. കടുത്ത ആ സിയാഉൽ ഹക്കിന്റെ കാലത്ത് ആണ് ഈ പാകിസ്ഥാനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റി മൗദൂദിയ. സിയാഉൽ ഹക്ക് തന്നെയാണ്. അല്ല, ഈ മൗദൂദിയായിരുന്നു അയാളുടെ ഉപദേശകൻ. അപ്പൊ അന്ന് അയാളുടെ അഭ്യാസം നടക്കാതെ പോയതായിരുന്നു ഈ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ. കാരണം ഇന്ത്യയുടെ സ്വാധീനം ശക്തമായിരുന്നു. അവിടെ കയറി ഇപ്പം എനിക്കതിൽ ഏറ്റവും നിരാശ തോന്നി അമേരിക്കയുടെ ഇടപെടലുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി ഇടപെടുന്നുണ്ട്. അമേരിക്ക ഇടപെടൽ നടത്തി. അവിടെ ഒരു ഇപ്പം ഈ അമേരിക്കയൊക്കെ പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളത്? അവരിങ്ങനെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? സമാധാനത്തിന് നോബൽ സമ്മാനമായി ചോദിച്ചാണ് അവിടെ പിടിച്ച് പ്രസിഡന്റ് ആക്കി വെച്ചത്. അവൻ ബ്ലേഡ് കമ്പനിക്കാരനാണ് ബൈജുസ്വാമി പറഞ്ഞത്. ബൈജുസ്വാമി പറഞ്ഞ ബ്ലേഡ് കമ്പനിക്കാരായിരിക്കും. അങ്ങനെയുള്ളതായിരിക്കും. നോബൽ സാഹിത്യത്തിലും സമാധാന നോബൽ സമ്മാനം മാറ്റി വരുത്ത ഇമാതിരി പെരുമാറും ഒരു സ്ത്രീ പോയിക്കൊല്ലാൻ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ നൊബേൽ സമ്മാനം പോലും വാസ്തവത്തിൽ ഇത്തരം അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി കൊടുക്കുന്നതാണെന്നാണ്. അതെ, അത് പണ്ടാരമത്തിൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചവനാണല്ലോ ഇതിന് പൈസ കൊണ്ട് മുടക്കിയത്. അപ്പം അതേമാതിരി അപ്പം ഇവർക്ക് കൃത്യമായൊരു അന്താരാഷ്ട്ര അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആ കക്ഷിക്ക് ഈ നൊബേൽ സമ്മാനം നേരത്തെ കൊടുത്ത് അയാളെ അവിടെ പ്രോമിനൻ്റ് ആക്കി വെച്ച് ഇപ്പോഴത്തെ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത് അയാളെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവന്ന് ഗാന്ധിക്ക് മരണാനന്തരം പോലും കൊടുത്തിട്ടില്ല. കാരണം മഹാത്മാഗാന്ധിക്ക് കൊടുക്കാത്ത സമാധാന നോബൽ ഈ ഒരാൾ തൂയിക്കൊല്ലാന്ന് ശാസ്ത്രീയ വിട്ടതാന്ന് ആവശ്യപ്പെടുന്ന നൊബേൽ സമ്മാനം. എന്തായാലും അയാളുടെ മോഹം ബംഗ്ലാദേശി, അവന്റെ മോഹം നാഷണലിസ്റ്റ് എന്ന സംതിങ് ഒരു പാർട്ടിയുടെ നേതാവാണ്, പീപ്പിൾസ് പാർട്ടി എന്ന് കണ്ടവർ. അവന്റെ പോക്കറ്റിൽ അങ്ങ് മടക്കി ഇട്ടാൽ മതി. അത് ശ്രമിച്ചു നോക്കാം. അത് ഓർക്കണം, നമ്മുടെ ഉത്തർപ്രദേശിന് വലിപ്പമില്ല, ഈ രാജ്യത്തിന് ജനസംഖ്യയില്ല. ആ രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യയുടെ കഴുത്ത് മുറിച്ച് 7 സംസ്ഥാനത്തെ അങ്ങ് കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതിനോട് മാത്രമല്ല, ഞാനിപ്പോൾ ആരെന്തെല്ലാം പറഞ്ഞാലും സംഘിയോ കുങ്കിയോ കൊങ്ങി എന്ന് വിളിച്ചാലും മോദിയോട് നമുക്ക് ബഹുമാനം ഇഷ്ടം തോന്നിയ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും തയ്യാറാവില്ല. അവർ ഈ 2014 വന്നതിന് ശേഷമാണ് ഇന്ത്യ ഇത്രയും സുസ്ഥിരമാകുന്നതും ഇത്രയും സ്ട്രോങ് ആവുന്നതും. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശി നിൻ്റെ മോഹം പാക്കികളുടെ മോഹം പോലെ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ നോക്കിക്കോ, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ ഭൂപ്രദേശം അപ്പം നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് രാജ്മോഹൻ, വളരെ സിമ്പിളായിട്ട് കാര്യം ചോദിച്ചു. റഷ്യ 2014 യുക്രൈൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്തു. അതെ. എന്നിട്ട് ആ ഒരു 2 പ്രവിശ്യയാണ് അവരുടെ നാവിക സെൻറ്റർ അടക്കം പിടിച്ചെടുത്തു. അവിടെ ഒരു മനുഷ്യന് പോലും കൊല്ലപ്പെട്ടില്ല. 11 കൊല്ലം ഒരുത്തനും അവകാശപ്പെടാൻ വന്നില്ലല്ലോ. ഇല്ല. 11 കൊല്ലം കഴിഞ്ഞ് യുക്രൈൻ നാറ്റോയിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്? അവൻ്റെ 2-3 പ്രവിശ്യകൾ പിടിച്ചു. എന്നിട്ട് ഇപ്പം ട്രംപ് എന്നാ പറയുന്നത്? അത് വിട്ടുകൊടുത്തേക്കാം. ആർക്ക് തിരിച്ച്? റഷ്യക്ക് കൊടുത്തേക്കാൻ. അവൻ്റെ കൈ പിടിച്ചു അവൻ തന്നെ ഇരുന്നോട്ടെ എന്നാണ് പിടിച്ചുകൊണ്ടിയ സ്ഥലങ്ങൾ. അതുകൊണ്ട് സ്ട്രോങ് ആയി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്തിനേറെ ഇസ്രായേൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഒറ്റ കാര്യം, സിറിയയിൽ ഈ അട്ടിമറി ഉണ്ടാവുമ്പോൾ ഇപ്പോൾ അസാദിനെ പുറത്താക്കിയ സമയത്ത് സിറിയയിൽ വരുമ്പം ഈ ഗോലൻ കുന്നുകൾ പിടിച്ചെടുത്തു. അതെ,
ഇസ്രായേൽ. അത്രേ ഉള്ളൂ. സിറിയയുടെ ഭാഗമായിരിക്കുന്ന ഗോലൻ കുന്നുകൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ തൽക്കാലം ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൈവശം വെച്ചിരിക്കുന്നതാണ്, പിന്നെ തരാമെന്ന് പറഞ്ഞു. അത് ഇസ്രായേലിൻ്റെ ഭാഗമാവും. അപ്പം ഞാൻ ചോദിക്കും, ഇസ്രായേലിന് ഗോലൻ കുന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ റഷ്യയ്ക്ക് അവരുടെ പല സ്ഥലങ്ങളും, ഒന്നല്ല ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ച് യുക്രൈനെ പിടിച്ചെടുത്ത് സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ നാളെ ഈ വിളയുന്ന ബംഗ്ലാദേശിനെ, കാരണം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ വലിപ്പം മാത്രമുള്ള ബംഗ്ലാദേശിനെ മൊത്തമായി പിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കാനും വലിയ അവിടെ ഇടയ്ക്ക് ഭൂകമ്പം വന്നപ്പോൾ നമ്മളുണ്ടായിരുന്നല്ലോ സഹായിക്കാൻ. അത് പിന്നെ മനുഷ്യത്വം, അത് നമ്മൾ കണക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ വെറുതെയാണ് എന്ന് പറയാതിരിക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മമാരോട് വന്നിട്ടുണ്ട്. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതായത് ഈ RSSന് കൃത്യമായൊരു പദ്ധതിയുണ്ട് ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച്. അപ്പോൾ ആ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായാണ് ഹിമന്ത് ശർമ്മ ബിശ്വയെ കോൺഗ്രസിൽ നിന്നെടുത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഒന്നും പറയേണ്ട കാര്യമില്ല, അമിത്ഷായും പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് അവർ പറഞ്ഞോളൂ. ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രി പോലും ആ സാധ്യതയുള്ള ഉള്ളയാളാണ്. അത് RSSന് കൃത്യ ഒരു പ്ലാനുണ്ട്, ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് സംസാരിച്ച സമയം കളയണ്ട. നമുക്ക് പോറ്റിയിലേക്ക് വരാം. പാട്ട് പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയെ. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെയും ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യ പാട്ട് കാണത്തില്ല, അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് പണ്ട് ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. ഫ്ലോറി ഗർഭിണി, അങ്കമാലി പിന്നെ തെക്ക് ദേശത്ത് തിരമാലയുടെ ദേശത്ത് ഫ്ലോറി എന്ന ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു സർക്കാർ 57-ൽ അങ്കമാലി കല്ലറയിൽ ഉറങ്ങുന്ന സഹോദരന്മാർ, അതായത് വരി ഞാൻ മറന്നു. 57-ൽ ചുമതലയേറ്റ EMS സർക്കാരിനെ 59-ൽ അട്ടിമറിച്ച വിമോചന സമരകാലത്തെ പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങൾ. ഞാൻ അതുപോലെ ഈ കരുണാകരൻ ടാറ്റ എസ്റ്റേറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള മുദ്രാവാക്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ എന്തിനേറെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്നത് ഒരു മുദ്രാവാക്യം, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ MM മത്തായി എന്ന് പറയുന്ന ഒരു സാറാണ് ജയിക്കുന്നത്. എനിക്കൊന്ന് അദ്ദേഹം പിന്നീട് കേരള കോൺഗ്രസ് ആയിരുന്നു. അന്ന് എന്താ എനിക്കറിയത്തില്ല. എനിക്കൊന്ന് കേരള കോൺഗ്രസ് സമ്മേളനം അന്നത് പറയുന്നുണ്ട്, എന്നെ പെട്ടി ബാലറ്റ് പെട്ടി തുറന്നപ്പം അങ്ങനല്ല തേനാകരപ്പാപ്പച്ചനും ചക്കാലക്കൽ കൊച്ചും തേനാകരപ്പാപ്പച്ചനും എരുമേലി 2-ാം വാർഡിൽ തോറ്റുപോയല്ലോ. അതാണ് അതിൽ 2 സ്ഥാനാർത്ഥികളാണ്, ചക്കാലക്കൽ കൊച്ചും തേനാകരപ്പാപ്പച്ചനും എരുമേലി 2-ാം വാർഡ് തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞൊരു എന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്താണ്. ഈ ചക്കാലിക്ക കൊച്ചും തേനാകരപ്പാപ്പച്ചനും ഒക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരാരും ജീവിച്ചിരിപ്പില്ല. അല്ല, വേറെ ഉണ്ടായിരുന്നല്ലോ ഇവരുടെ എന്തോ ഓലയും കെട്ടും ഓളയും കെട്ടും 10 കെട്ടും EMSന്റെ ഓളയും. അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ധാരാളം ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും ആർക്കും കിളി പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ഒരു മുദ്രാവാക്യം ഒരു ദീർഘകാലത്തിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്ക് CPMന്റെ ഈ കാഞ്ഞ ബുദ്ധി, വാസ്തവത്തിൽ ഇത് കോൺഗ്രസ്സുകാരുടെ മാത്രം മുദ്രാവാക്യമല്ല, ഇത് BJPക്കാർ ഉപയോഗിച്ചു. BJPയുടെ ഈ കലാശക്കൊട്ടിലൊക്കെ ഞാനിത് കേട്ടു. എല്ലാവരും ഉപയോഗിച്ചു, എല്ലാ മനുഷ്യരും ഉപയോഗിച്ചു. ഈ കേട്ട മനുഷ്യർക്ക് ആർക്കും ഞാനിത് ശ്രദ്ധിച്ച കാര്യം, ഞാൻ ഈ കൊടപ്പനക്കുന്ന് ജംഗ്ഷനിൽ ഇത് ഈ പാട്ടിട്ടിട്ട് ഈ മുദ്രാവാക്യം വിളിക്കുന്ന ചായ കുടിക്കാൻ പോയി ഡ്രൈവർ, വേറെ ആരും അത് കിടപ്പില്ല. അപ്പം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പെണ്ണുങ്ങളുടെ ഒക്കെ മുഖത്തേക്ക് ഞാൻ നോക്കി, ഞാൻ അതിലെ വരുവാ, ഞാൻ എന്തൊരു സാധനം മേടിക്കാൻ നിന്ന ഈ പാട്ട് കേട്ട് എല്ലാവരും ചിരിക്കുക. അതെന്നുവെച്ചാൽ സകല ചിരിക്കും. ആർക്കും സാധാരണഗതിക്ക് വലിയ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെവി പൊത്തും, ഓളയും കൂടി വെക്കുന്നത്. ഈ പാട്ട് കേട്ട് അതിലേ പോയ ഞാനപ്പം മനുഷ്യരുടെ ഒക്കെ മുഖത്തേക്ക് നോക്കി, അവരുടെ ഒരു പ്രതിഫലനം അറിയാൻ. അവരെ കടന്നുപോയ സകല മനുഷ്യർ ഇത് കേട്ടിട്ട് ചിരിക്കുവാണ്. അപ്പം ഇത്രയേറെ സ്വാധീനം ഉണ്ടാക്കിയ ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. ഈ പാട്ട് ഉണ്ടായ സമയത്തോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ പാട്ട് ആഴ്ചകൾക്ക് മുമ്പ് ഇറങ്ങിയതിന് പിറ്റേ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത്. ഇലക്ഷന് മുമ്പേ വന്ന പാട്ടായത്. അത് യഥാർത്ഥത്തിൽ എനിക്ക് ഇലക്ഷൻ വേണ്ടി ഇറക്കിയ പാട്ടല്ല. ഇത് ഈ പറയുന്ന ശബരിമല സംഭവം വന്നപ്പം ഉണ്ടാക്കിയൊരു പാട്ടാണ്. ആ പാട്ട് ഏറ്റെടുത്ത് അന്ന് ഞാൻ ഫേസ്ബുക്കിലിട്ടപ്പം എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും ഈ അമിത ഭക്തരെന്തെങ്കിലും. ഒരാളും പറഞ്ഞില്ല, എല്ലാവരും ആനന്ദം എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് ഉപയോഗിച്ചപ്പോഴും ആർക്കും അതിനെക്കുറിച്ച് പരാതിയില്ല. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഈ ശബരിമലയെ മുക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന
രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം ഏശാതെ പോയപ്പോൾ ഓർക്കണം, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ചർച്ച? ഇപ്പം എന്തെങ്കിലും ചർച്ചയുണ്ടോ? അതൊക്കെ പോയി. ഇവർക്കിതിൽ താല്പര്യമില്ല. അതേസമയം അന്ന് ഓരോ ദിവസവും ചാനലുകളിൽ വികാരഭരിതരായി എനിക്ക് മറ്റേ അരുൺകുമാറൊക്കെ കരഞ്ഞു നിലവിളിച്ച് ഉള്ള പാട്ട് ഇതെല്ലാം പോയി. ഇതൊന്നും ഏക്കാതെ വരികയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ആവർത്തിക്കും എന്നുള്ള ഒരു വാർത്ത വരികയും ചെയ്തതോടെ ഇവരുടെ എല്ലാം കിളി പറന്നു. അയ്യപ്പ ഭക്തരെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവരുണ്ട് കേസ് കൊടുക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണിത് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് പോട്ടെ, അത് പിന്നെ എക്കാലത്തും അവർക്ക് എതിർപ്പ്. ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്ക് ഡബിൾ ആണ്. അത് മീശ വരുമ്പോൾ അവർക്ക്, മീശ നോവൽ വരുമ്പോൾ അവർക്ക് വിഷയമാണ്, അതേസമയം അല്ല വിഷയമില്ല. അതേസമയം കേരള സ്റ്റോറി വരുമ്പോൾ അവർ സ്വാഗതം ചെയ്യും. TP51 സിനിമ വരുമ്പോൾ അത് കാണാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ മിത്ത് വരുമ്പോൾ അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. മിത്തിനെ കുറിച്ച് പറയാം. കേരള സ്റ്റോറി അത് ജിഹാദ്, അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഇവർക്ക് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഡബിൾ സ്റ്റാൻഡ് ഉള്ളവർ. പക്ഷേ എനിക്കതല്ല, ഇതേ അയ്യപ്പനെ, ഇതേ ഭഗവാനെ ഈ സഖാക്കൾ അപമാനിച്ചതുപോലെ മറ്റാരും അപമാനിച്ചിട്ടില്ല. തുടർച്ചയായി അപമാനിക്കായിരുന്നല്ലോ അന്ന്. ആലോചിച്ച് നോക്കൂല രാജ്മോഹൻ. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എനിക്കൊന്ന് ഈ നമ്മുടെ ദീപാ നിശാന്തിന്റെ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടല്ലോ, കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. ദീപാ നിശാന്ത് ഇപ്പോൾ ഇല്ല, ഒത്തിരി കാലമായിട്ട് കാണാനില്ല. അവരില്ല, സദ്ദിക്കുന്നില്ലേ? അവരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദീപാ നിശാന്തിൻ്റെ കോളേജിലെ SFI പിള്ളേർ രണ്ട് സ്ത്രീയുടെ കാല് വരയ്ക്കും. ഈ സ്ത്രീയുടെ കാല് വരച്ചിട്ട് ഒരു അയ്യപ്പൻ്റെ രൂപം ഈ രണ്ട് കാലിൻ്റെ ഇടയിൽ താഴേക്ക് വെക്കുന്നു. എന്നിട്ട് ചോര ഇറ്റിറ്റ് വീഴുന്ന തരത്തിൽ വെക്കുന്നു. അതായത് ആർത്തവത്തിൻ്റെ തുള്ളികൾ അയ്യപ്പനെ സ്പർശിച്ചു പോകുന്ന ഒരു ദൃശ്യം വരച്ച് അവർ കോളേജ് മാഗസിനിൽ അവിടെ എന്തോ ഒപ്പിച്ചിരിക്കും. രാജ്മോഹൻ, യുവതികളെ പ്രവേശിപ്പിക്കരുത്, അത് അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിനെതിരാണ് എന്ന് വിശ്വസിച്ച് പ്രതിഷേധം നടക്കുമ്പോൾ അയ്യപ്പനെ സ്ത്രീയുടെ കാലിനടിയിൽ വെച്ചിട്ട് അതിലേക്ക് ആർത്തവത്തുള്ളികൾ വീഴ്ത്തുന്ന മതനിന്ദ. ഞാൻ ചോദിക്കുന്ന ഈ ധൈര്യം മറ്റേതെങ്കിലും ഒരു ദൈവത്തോട് കാണിക്കണം? വേറെ അറിയാമായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു ദൈവത്തോടും, അതായത് ഇവർ മറ്റേതെങ്കിലും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ക്രിസ്തു മതത്തിന്, ഞാൻ അന്ത്യത്താഴം തൃശ്ശൂരിൽ നിന്നൊരു നല്ല ചിത്രം, ഞാൻ കുറേ ഒരു വിവാദം ഓർമ്മിക്കുന്നത്, ഭാഷാഭൂഷണിയിലും കൊണ്ട് വന്നൊരു ചിത്രം, ഒരു അറിയപ്പെടുന്ന ചിത്രകാരനാണ്. അതിൻ്റെ അകത്ത് എനിക്കൊന്ന് മന്ത്രിമാരെല്ലാം കൂടെ കണ്ടാന്ന് തോന്നുന്നു, അന്ത്യത്താഴം കൊടുക്കുന്ന ഒരു ഇതിട്ട് പൊട്ടിത്തെറിച്ചു. ക്രൈസ്തവ വിശ്വാസികളുടെ വികാരം പൊട്ടിത്തെറിച്ചു. അന്ത്യത്താഴത്തെ വികലപ്പെടുത്തി വലിയ വിഷയമായി. അത് വട്ടമറ്റൊന്നും കൊണ്ടൊരു ചിത്രകാരനാണ് ചെയ്തത്. ഞാൻ വലിയ വിവാദമായിരുന്നു. അതുപോലെ എത്രയോ അത് ഞങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറി ആന്റണി PM ആന്റണി അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ കൊണ്ടുവന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് SFIക്കാർ പ്രസംഗിപ്പിച്ചു. കണിയാവൻ രാമേന്ദ്രനൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അതിൽ അന്ന് പറഞ്ഞത് ക്രിസ്തു മഗ്ദല മറിയത്തോടെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ വാക്കിൽ കയറി പിടിച്ചാണ് അദ്ദേഹം ലൈംഗിക ദാഹമാണെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ബഹളം വെച്ചത്. പക്ഷേ അതിനൊക്കെ തന്നെ അന്ന് PM ആന്റണിക്ക് ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. CPM എക്കാലത്തും അങ്ങനെ ആയിരുന്നു. കണ്ണാടി കാണുമ്പോഴോ സക്കറിയാട് ഒരു കഥയുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. ഈ കഥ വളരെ, അതായത് യേശുക്രിസ്തു മുടിവെട്ടാൻ പോകുന്നു, ബാർബർ ഷോപ്പിൽ ചെന്ന് യേശുക്രിസ്തു സ്വന്തം മുഖം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനുണ്ടാവുന്ന ചിന്തകളും മഗ്ദല മറിയത്തെ കാണാൻ പോകുന്നു എന്നുള്ളതാണ് ആ കഥ. എന്തൊരു വിവാദമായിരുന്നറിയോ അന്ന്. നമ്മുടെ സുസൈപ്പാക്യം ബിഷപ്പൊക്കെ പ്രതിഷേധിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഹിന്ദു വിശ്വാസങ്ങളെ CPMന് ഏതർത്ഥത്തിലും അപമാനിക്കാം. ഇപ്പോൾ മാറ്റമുണ്ട്, അപ്പം തന്നെ വികാരം ഉണ്ടാവും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ, അത്തരം വൃത്തികേട് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പറയുകയാണ് പോറ്റിയെ കയറ്റിയെ എന്നുള്ളത് അയ്യപ്പ വിശ്വാസത്തിന് എതിരാണ്. ഏത് വിശ്വാസം? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തു. ഞാൻ ഈ കമൻറ്റ് നോക്കാൻ പൊതുവെ നിൽക്കാറില്ല, കാരണം നമുക്ക് സമയം കിട്ടത്തില്ല. 1000 കമൻറ്റൊക്കെ വരാറുണ്ട്. ഞാൻ ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടി കമൻറ്റ് നോക്കും. ഞാൻ ഈ പോറ്റിയെ കയറ്റിയെക്കുറിച്ചുള്ള വീഡിയോയുടെ അടിയിലെ കമൻറ്റിലേക്ക് നോക്കും. ഒരാൾ പോലും, ഒരു വിശ്വാസം പോലും, എൻ്റെ പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും വിശ്വാസികളാണ്, മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്, അതും അയ്യപ്പ ഭക്തരാണ്. അവരൊക്കെ പറഞ്ഞു ഞാൻ അയ്യപ്പ ഭക്തനാണ്, ഈ പാട്ട് കേട്ടതുകൊണ്ട് എൻ്റെ ഭക്തി കൂടിയതേ ഉള്ളൂ, എൻ്റെ വികാരം വ്രണപ്പെട്ടില്ല എന്നാണ് ആ ഒരു പൊതു. കളിയാക്കുന്നില്ലല്ലോ എന്നിട്ട് അയ്യപ്പനോട് പറയുകയാണ്, അതെ, ഈ കള്ളന്മാരിൽ നിന്നും കാക്കണേന്ന് പറയുകയാണ്.
അപ്പം ഇത് കേട്ടിട്ട് ഒരു ഭക്തൻ്റെയും കിളി പറക്കേണ്ട കാര്യമില്ല. ഇത് കേട്ടിട്ട് കിളി പറക്കുന്നത് അയ്യപ്പനെ ശത്രുവായി കരുതുന്ന, അയ്യപ്പൻ്റെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അയ്യപ്പനെ മതേതര ദൈവമായി ചിത്രീകരിച്ച് അവിടെ നിന്നും ഹിന്ദു ദൈവ പട്ടികയിൽ നിന്നും പടിയിറക്കാൻ ആഗ്രഹിക്കുന്ന ഈ കപട മതേതരവാദികളായ കമ്മികൾക്ക് മാത്രമാണ് കുരുപൊട്ടുന്നത്. എനിക്ക് പ്രസാദ് കുഴിവിള, എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളതാണ്. അദ്ദേഹം എന്തിനാണ് പരാതി കൊടുത്തത് എനിക്കറിയില്ല. അതിന് ഒരു വാർത്ത നമ്മളിടയ്ക്ക് കൊടുത്തിരുന്നു. പ്രസാദ് കുഴിവിള എന്തിനാണ് ഇത് ഈ കെണിയിൽ വീണു പോകുന്നത്? നമ്മുടെ ഒരു പ്രത്യേകത, ഞാൻ ഇപ്പം ദിലീപ് കേസ് എടുക്കുക. ഇപ്പം ദിലീപ് കേസിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിക്കണം. ദിലീപ് കേസ് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞ ഉടൻ തന്നെ ദിലീപിൽ നിന്ന് പണം വാങ്ങുമെന്ന് പറയും. അതേസമയം ദിലീപ് എൻ്റെ കേസ് ആ വിഷയത്തിൽ എനിക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് ദിലീപ് നീതിമാനാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ്. നമുക്ക് കോടതിയുടെ നിലപാടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ കോടതി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആ വസ്തുതകൾ നോക്കാതെ കോടതിയൊന്നുമല്ല ശരി, ഞങ്ങളാണ് ശരി, നിങ്ങൾ ദിലീപിനെ വെറുതെ വിട്ടതിനെ അംഗീകരിച്ചാൽ നിങ്ങൾ ദിലീപിൻ്റെ കൈക്കൂലി വാങ്ങുന്നവരാണെന്നൊരു പൊതുബോധം ഇത് നമ്മുടെ ചാനലിൽ ഉണ്ടാക്കുന്നതാണ്. ഉണ്ട്. ദിലീപ് കുറ്റക്കാരനാണ്, ദിലീപിനെ ആരും രക്ഷിച്ചു എന്നുള്ളത് ദിലീപ് കുറ്റക്കാരനാണോ ഇല്ല രണ്ടാമത്തെ കാര്യം. പക്ഷേ കോടതി ഇതിനെ അട്ടിമറിച്ചു എന്ന് പറയുന്നത് ഉചിതമായ കാര്യം. കാരണം അങ്ങനെ ദിലീപ് കുറ്റക്കാരനാണ്, രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി സർക്കാരും പോലീസുമാണ്. ആണല്ലോ, അവരാണ് ദിലീപ്. പ്രോസിക്യൂട്ടർ തീരുമാനിച്ചത് ബാക്കി എല്ലാ കാര്യങ്ങളും തെളിവ് ഹാജരാക്കുന്നത് അവരാണല്ലോ. ആ പൊതുബോധം ജനങ്ങൾക്കിടയിലുള്ളത് ഈ ചാനലുകൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പലപ്പോഴും പല വിഷയങ്ങളിലും ജനങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുള്ളത് തന്നെ നമ്മളുള്ളത്, മറുനാടനുള്ളത്. നമ്മളൊരു വിഷയം വസ്തുതാപരമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും, ജനങ്ങൾക്ക് അവർ ലോജിക്ക് നോക്കി ഇതാണല്ലോ ശരി. അല്ല, ശ്രീധ പണിക്കർ നമ്മളെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കൃത്യമായി കൊടുത്തിരുന്നത് എന്താണ് ആ കേസിൽ സംഭവിച്ചത്. അപ്പോൾ അതേപോലെ ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് ഇവർ. ഈ ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ്. ഇത് അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തി ഞങ്ങളാണ് അയ്യപ്പൻ്റെ രക്ഷകന്മാർ, ഞങ്ങളാണ് അയ്യപ്പൻ്റെ രക്ഷകർ. മറ്റൊരു പൊളിറ്റിക്സ് കൂടെ കാണണം. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഹിന്ദു തീവ്രവാദം ഉണ്ടാണ്. കാരണം അവർക്ക് ഇസ്ലാം വോട്ട് നഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഈ മുസ്ലിം വോട്ട് എന്ന് പറയുന്നതിനെ വളരെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്താണ് 2 തവണ അവർ ജയിച്ചത്. അതായത് ലീഗ് ഉള്ളിടത്ത് UDF-നൊപ്പമാണ്, ലീഗിൻ്റെ സ്ഥാനാർത്ഥികളല്ലാത്തടത്ത് ഈ റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിയുള്ള വലിയൊരു വിഭാഗമുണ്ട്. പഴയ പോലെ അല്ല, റാഡിക്കൽ ഇസ്ലാം ഈ ആ ചിന്താഗതി തീവ്ര നിലപാടില്ല. അപ്പം ഈ റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിക്കാർ പിണറായി വിജയനെ ആയിരുന്നു മോദിയെ നേരിടാൻ കരുത്തുള്ള നേതാവെന്ന നിലയിൽ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ RSSനെ നേരിടുക എന്ന ഇസ്ലാമിക ഒരു അജണ്ടയ്ക്ക് പറ്റിയ നേതാവായി അവർ കരുതിയിരുന്ന പിണറായി ആയിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞുപോയി. അന്തർധാര എല്ലാവർക്കും വ്യക്തമായി. പിണറായി പറയുന്നത് കള്ളത്തരമാണെന്ന് മനസ്സിലായി. മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കൊണ്ട് ഇറക്കി എന്തിനാണ് പിണറായി മനഃപൂർവ്വം വെറുപ്പിച്ചത് എന്ന് പോലും നമുക്കറിയാം. അതിന് കാരണമുണ്ട്. നമ്മൾ പിണറായി തന്ത്രശാലിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പം മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടു, അത് വെള്ളാപ്പള്ളി ഇറക്കിയിട്ടാണെന്ന് പലരും പറയുന്നത് കേൾക്കുമ്പോഴും പിണറായിക്ക് അറിയത്തില്ല. അത് നമ്മളെക്കാളൊക്കെ ബുദ്ധി പിണറായിക്കുണ്ട്. എക്സ്പീരിയൻസ് മാത്രമല്ല, ഈ പിണറായി കസേര വന്ന് ഇരുന്നത് പോലും ജനപിന്തുണ ഉള്ളതുകൊണ്ടല്ല, തന്ത്രമുള്ളതുകൊണ്ട്. പിണറായിയെ മുമ്പിൽ നിർത്തി വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ 2016 പിണറായി നിർത്തിന് VS-നെ നിർത്തുമായിരുന്നില്ല. 2021 പിണറായി നിർത്തുന്നത്. 2016 VS-ന്റെ പോസ്റ്ററുകളായിരുന്നു സംസ്ഥാനം മുഴുവൻ. നിർത്തി VS-ന്റെ പടമായിരുന്നു മുമ്പിൽ വെച്ചിരുന്നത്. അപ്പം തന്ത്രം എന്ന് പറയുന്നതാണ് പിണറായിയുടെ മുമ്പിൽ. അപ്പം വളരെ കൃത്യമായി പിണറായിക്ക് ബോധ്യപ്പെട്ടു മുസ്ലിം വോട്ടുകൾ കൈവിട്ടു പോയി, ഹിന്ദു വോട്ടുകളും പോകുന്നു, BJP പിടിക്കുന്നു. പല പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഒരു എതിരാളികളും ഇല്ലാത്തടത്ത് ഈ വോട്ടിംഗ് പാറ്റേൺ മാറിയപ്പോൾ മനഃപൂർവ്വം ഞങ്ങൾ മുസ്ലിമിനെതിരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇറക്കിയത്. പക്ഷെ അന്ന് പിണറായി മനസ്സിലാക്കാതെ പോയ സംഗതി എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വോട്ട് വല്ലാതെ അങ്ങ് ഏകീകരിച്ചു. അപ്പോൾ ഈ ഏകീകരിച്ച മുസ്ലിം വോട്ടിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അവർ എത്ര ശ്രമം നടത്തിയാലും സാധ്യമല്ല. അപ്പോൾ അവർ ഇനിയും ഹിന്ദു വികാരം വ്രണപ്പെടുത്തി എന്നുള്ള നിലവിളി വരും. കാരണം ഇവർക്ക് വേണ്ടത് വലിയൊരു പ്രശ്നമുണ്ട്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ മുമ്പിൽ ഒരു ആയുധമുണ്ട്. അതായത് ഈ ഹിന്ദു വിശ്വാസികൾക്കും ക്രിസ്ത്യൻ വിശ്വാസികൾക്കുമുള്ള ഒരു ആശങ്ക UDF അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ഭരണമായിരിക്കുമെന്നൊരു ആശങ്ക. അത് കഴിഞ്ഞ പറഞ്ഞാണല്ലോ, കുഞ്ഞുമാണി അത് പറഞ്ഞ് പ്രധാനം നടത്തിയത്. അതെ, അതേപോലെ ഇപ്പം അവർ പറയാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ നടത്തും. അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ഭരണം ഇവിടെ വരാൻ പോകുന്നതാണ് എന്ന് വരുത്തി തീർത്ത്
ക്രൈസ്തവ ഹൈന്ദവ മനസ്സുകളിൽ ഭീതി ഉണ്ടാക്കി വോട്ട് ഭിന്നിപ്പിക്കാൻ ഇവർ ശ്രമിക്കും. ആ ഒരു അജണ്ട കൂടി കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ പെട്ടെന്ന് ഈ അയ്യപ്പൻ്റെ വികാരം വ്രണപ്പെട്ടു. മാത്രമല്ല കുറേ സീറ്റുകൾ അവർക്ക് അറിയാം, അവർ നേരത്തെ തന്നെ വെട്ടിമുറിച്ചതിൻ്റെ പ്ലാൻ അവർക്ക് അവർ ഉറപ്പാക്കി വെച്ചുള്ള കുറേ സീറ്റുകളുണ്ട്. അഡീഷണൽ ഇത്ര സീറ്റ് അവിടെ കിട്ടിയാൽ വേണമെങ്കിൽ ഭരണം പിടിക്കാന്നുള്ള കാര്യം അവർക്ക് അത് ഇപ്പോൾ പോലും മനോരമയുടെ കണക്കനുസരിച്ച് 58 സീറ്റാണ് CPM-ന് കിട്ടുന്നത്. അതെ, ഈ 58 സീറ്റിലെ ഈ UDF-ന് കിട്ടുന്ന 80 സീറ്റിലെ പല സീറ്റും ചെറിയ വോട്ടിനൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഉദുമയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ന് കിട്ടിയിരിക്കുന്ന 800 വോട്ടം കണ്ടാണ്. അതുപോലെ പല അഴീക്കോട് അവിടെയൊക്കെ 1000 വോട്ട് താഴെയാണ്. അപ്പം ഈ CPM-ന്റെ കയ്യിലിരിക്കുന്ന ഒരു 13 സീറ്റോട് പിടിച്ചാൽ ഇവർക്ക് ഭൂരിപക്ഷമായി പിടിക്കണം. അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇവർ ചെയ്യും. അപ്പം ഈ തന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുക. അപ്പം ഞാൻ കരുതുന്നത് ഇപ്പം നമുക്ക് വരുമ്പോൾ ഒരുപക്ഷെ BDJS LDF-ലേക്ക് വന്നപ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പം അത്തരത്തിലൊക്കെ സംഭവിക്കുക. അപ്പം ഇവർ ആ ഒരു താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ കർശനമായ ഒരു നിലപാടിലേക്ക് മാറുന്നത്. MLA-മാരോടെല്ലാം മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MP മന്ത്രിമാരോടൊത്തല്ല ഇങ്ങനെ മന്ത്രിപ്പണം പോയിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, അവിടെ നിന്ന് 10 മന്ത്രിമാരെ തോറ്റുപോയേക്കൊന്നൊരു ഭയമുണ്ട്. 10 മന്ത്രിമാർ, അതിൽ 2 പേരുടെ തോൽവി ഉറപ്പാണ്. വീണ ജോർജിൻ്റെയും പി രാജീവ് ഒരു പ്രത്യേക നാക്കിൽ കളമശ്ശേരിയിലെ മുസ്ലിം വോട്ടിൻ്റെ ഒരു ഏകീകരണം സംഭവിച്ചപ്പോൾ കിട്ടിയതാണ്. കളമശ്ശേരി എപ്പോഴും UDF ജയിക്കുമായിരുന്നു മണ്ഡലം. അതെ, അതൊരു ആ മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം മാത്രമല്ല, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ മത്സരിച്ചു. അപ്പൊ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനൊക്കെ പോയി മത്സരിച്ചാൽ ഒരു ലീഗുകാരൻ വോട്ട് ചെയ്യുമോ? ഇബ്രാഹിം കുഞ്ഞ് അഴിമതി നടത്തി ജയിലിൽ കിടന്നു. അയാള് അഴിമതി നടന്ന് ജയിലിൽ കിടന്നിട്ട് അയാൾ എന്നിട്ട് പകരം സീറ്റ് കൊടുത്ത ആളുടെ മകൻ നോർത്ത് ഇന്ത്യയിലേക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മലപ്പുറത്തായിരിക്കണം. അതെ, ഇപ്പം അത് മറ്റേ കേരളത്തിൽ ഒരിക്കലും വരാതെ ഇബ്രാഹിം സുലൈമാൻ ബെന്നത്ത് വാലയിൽ കൂടെ ഒന്ന് MP ആയിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന്. അത് നമ്മുടെ കൊല്ലത്തെ യൂനുസ് കുഞ്ഞ് എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നല്ലോ, യൂനുസ് കുഞ്ഞ് വലിയ വ്യവസായിക്കായിരുന്നു. അദ്ദേഹം കൊല്ലത്ത് ഇരവിപുരത്ത് എപ്പോഴും തോക്കുമായിരുന്നു. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ജയിക്കും. അത് പറ്റും. അത് മലപ്പുറത്തെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആന്റണി അവിടെ പോയി ജയിച്ചില്ല, തിരുരങ്ങാടിയിൽ നിന്ന്. അല്ല, അതേ സാധിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന ഒരു തന്ത്രപരമായ ഹിന്ദു ധ്രുവീകരണ നിലപാടിൻ്റെ ഭാഗമാണ് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള സാധനത്തിൽ അവരുടെ വ്രണപ്പെടാൻ കാരണം. അല്ലാതെ CPM-ന് ഇതിനെ ഒന്നും വ്രണപ്പെടേണ്ട ആളല്ല. മാത്രമല്ല, കലാഭവൻ മണി കൈരളി ചാനൽ അവതരിപ്പിച്ച ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ലീഡറെ പയ്യപ്പോ. അപ്പം യഥാർത്ഥത്തിൽ CPM-ന്റെ ഈ വളരെ തന്ത്രപരമായ നമ്മൾ അവരെ ഓമന പേരിട്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ആ ഒരു ഓമന പേരാണ് ഈ ജാതീയപരമായ കാര്യങ്ങൾ വിഘടിപ്പിക്കുന്നതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ കേരളത്തിലെ ഒരു ഹിന്ദു ഭക്തനും ഈ പാട്ട് കേട്ടിട്ട് കുരുപൊട്ടേണ്ട ഒരു കാര്യമില്ലല്ലേ. ഒരു പഴയ പ്രസിദ്ധമായ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു, പഴയ പ്രസിദ്ധമായ ഇത്തരത്തിലുള്ള പാട്ടുണ്ട് അടൂർ ബാസിയാണ് പാടിയിട്ടുള്ളത്. ഓട്ടില്ല കുരുവിപ്പെട്ടിക്ക് ഓട്ടില്ല, അതിനകത്ത് വേറെ 1-2 പാട്ടുകൾ വളരെ പ്രസിദ്ധമായ പാട്ടുകളാണ്. അതിൽ തോട്ടങ്കരയിൽ ആന ഇറങ്ങാൻ താവളം ഉണ്ടാക്കും, കൃഷിക്കാർക്ക് കൃഷിഭൂമി, പണക്കാർക്ക് മരുഭൂമി, NGO മാർക്കല്ല ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി എന്നാണ്. പഞ്ചായത്ത് മുറ മത്സരിക്കുന്ന ആള് ഇതിനു വേണ്ടി പാടുന്നതാണ്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ ഇത്തരം ഒരുപാട് നാടകങ്ങൾ കാണേണ്ടി വരും. അതിന് CPM സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പേരിട്ട് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് പോറ്റിയെ കയറ്റി എന്ന അവരുടെ ഉള്ളിലേക്ക് കൊണ്ട ആ പാട്ടിനെ അടുത്ത തെരഞ്ഞെടുപ്പെങ്കിലും ആരും ഉപയോഗിക്കാതിരിക്കണം, അതാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമം ഒന്നും കേരള ജനത ഭയന്നു പോവില്ല. CPM എന്ന് പറയുന്ന ഈ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രം ഈ നാടിന് ഈ 9.5 കൊല്ലം കൊണ്ട് നൽകിയ ശാപം അത് അവസാനിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. 10 കൊല്ലത്തിലധികം ഇതിനെ താങ്ങാനുള്ള കരുത്ത് ഈ നാട്ടുകാർക്കില്ല. അതുകൊണ്ട് അതിന് കിട്ടിയൊരു ആയുധം എന്ന നിലയിൽ ഇവരിത്രയും വികാരം കൊള്ളാൻ മറ്റൊരു കാരണം ഇത് എഴുതിയതും പാടിയതും അതിന് പണം മുടക്കിയതും മുസ്ലിംസാണ്. അതാണ് അവരുടെ ഒരു വേദന, അല്ലെ പൊള്ളലിൻ്റെ കാരണം. എന്തായാലും പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റി എന്ന പാട്ട് മലയാളികൾ മതഭേദമന്യേ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുദ്രാവാക്യ പാട്ടാണ്. ആ മുദ്രാവാക്യം മലയാളിയുടെ മനസ്സിൽ നിന്നും മായുകയില്ല. ഈ സർക്കാർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് വരെ. നന്ദി, നമസ്കാരം.